ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ശ്രീമദ് മഹാഭാഗവതം അഷ്ടമസ്കന്ധം അഷ്ടമോധ്യായഃ. എട്ടാമത്തെ അധ്യായത്തിൽ ലക്ഷ്മി സ്വയംവരവും ഭഗവാന്റെ മോഹിനി രൂപധാരണവും. ഒന്നാമത്തെ ശ്ലോകം. പീതേ ഗരേ വൃഷാംഗേണ പ്രീതാഹ തേ അമരദാനവാഹ മമന്ധുഃ തരസാ സിന്ധും ഹവിർധാനി തതഃ അഭവത്. വൃഷാംഗേണ പരമശിവനാൽ ഗരേ പീതേ വിഷം പാനം ചെയ്യപ്പെട്ടതും പ്രീതാഹ അങ്ങനെ സന്തുഷ്ടരായി ഭവിച്ച തേ അമര ദാനവാഹ ആ ദേവന്മാരും അസുരന്മാരും പിന്നീട് വീണ്ടും സിന്ധും സമുദ്രത്തെ തരസാ മമന്ധുഹു വീറോടെ കടഞ്ഞു തുടങ്ങി. തതഃ ഹവിർധാനി അപ്പോൾ അതിൽ നിന്ന് കാമധേനു അഭവത് ആവിർഭവിച്ചു. നമ്മുടെ സാധനയുടെ ആദ്യഘട്ടത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം നീങ്ങിയാൽ നമ്മൾ തന്നെ ഭഗവാനിലേക്ക് സമർപ്പിച്ച് തുടങ്ങുമ്പോൾ പിന്നീട് നമുക്ക് വരുന്ന സിദ്ധികളാണ് ഇനി വരാനിരിക്കുന്ന ഓരോരോ കാര്യങ്ങളായി പറഞ്ഞിരിക്കുന്നത്. കാമധേനു എന്ന് പറയുമ്പോൾ പിന്നീട് നമ്മൾ സങ്കല്പിക്കുന്നത് സത്യമാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. ഇങ്ങനെ ഇനി വരാനിരിക്കുന്ന ഓരോന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. രണ്ടാമത്തെ ശ്ലോകം. താം അഗ്നിഹോത്രീം ഋഷയഃ ജഗൃഹുഃ ബ്രഹ്മവാദിനഃ യജ്ഞസ്യ ദേവയാനസ്യ മേധ്യായ ഹവിഷേ നൃപ. ഹേ നൃപ, അഗ്നിഹോത്രീം അഗ്നിഹോത്രത്തിനുള്ള സാമഗ്രികളെ ഉത്പാദിപ്പിക്കുന്ന താം ആ കാമധേനുവിനെ ബ്രഹ്മവാദിനഃ ഋഷയഃ വേദവിത്തുക്കളായ മഹർഷിമാർ ദേവയാനസ്യ യജ്ഞസ്യ ബ്രഹ്മലോകപ്രാപ്തിക്ക് ഉതകുന്ന മാർഗത്തിലെത്തുവാനുള്ള യജ്ഞകർമ്മത്തിന് മേധ്യായ പരിശുദ്ധമായ ഹവിഷേ ഹവിസ് ലഭിക്കുവാൻ വേണ്ടി ജഗൃഹുഃ സ്വീകരിച്ചു. അപ്പോൾ ഈ വിഷം വന്നതിന് ശേഷം പിന്നീടുണ്ടായ കാമധേനുവിനെ ബ്രഹ്മവാദികളായ ഋഷിമാരാണ് സ്വീകരിച്ചത്. അവർ അഗ്നിഹോത്രത്തിനുള്ള സാമഗ്രികളെ ഉത്പാദിപ്പിക്കുന്ന കാമധേനുവിനെ ആ ഒരു കാര്യത്തിനു വേണ്ടിയാണ് പ്രധാനമായി സ്വീകരിച്ചത്. മൂന്നാമത്തെ ശ്ലോകം. തതഃ ഉച്ചൈശ്രവാഹ നാമ ഹയഃ അഭൂത് ചന്ദ്ര പാണ്ഡുരഃ തസ്മിൻ ബലിഃ സ്പൃഹാം ചക്രേ ന ഇന്ദ്ര ഈശ്വര ശിക്ഷയാ. തതഃ അതിൽ പിന്നെ ഉച്ചൈശ്രവാഹ നാമ ഉച്ചൈശ്രവസ് എന്നു പേരായ ചന്ദ്രപാണ്ഡുരാഹ ചന്ദ്രബിംബം പോലെ വെളുത്ത ഹയഃ കുതിര അഭൂത് ഉദ്ഭവിച്ചു. ആ കുതിരയിൽ ബലിഹി അസുര ചക്രവർത്തിയായ മഹാബലി സ്പൃഹാം ചക്രേ ആഗ്രഹം പ്രകടിപ്പിച്ചു. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ദിവ്യ വസ്തുക്കളിൽ ഇന്ദ്രാദികൾക്കാണ് മോഹം തോന്നേണ്ടത്. പക്ഷെ ഭഗവാൻ ആദ്യമേ പറഞ്ഞിരുന്നു, പലതും വരും, അതൊന്നും കണ്ട് മോഹിക്കരുത്. ഇതാണ് ഒരു ഗുരു നമുക്ക് തരുന്ന ഉപദേശം. സാധനയിൽ മുന്നോട്ടു പോകുമ്പോൾ നിങ്ങൾക്ക് പല സിദ്ധികളും ഉണ്ടാകും, അതിൽ ഭ്രമിക്കരുത്. അത് നമ്മുടെ ഉള്ളിലെ ആസുരിക വാസനകളെ കൂട്ടുന്നതാണ്. കാരണം സിദ്ധികൾ കണ്ട് ആളുകൾ നമ്മുടെ ചുറ്റും കൂടും. അങ്ങനെ ആളുകൾ ചുറ്റും കൂടുമ്പോൾ നമ്മൾ തന്നെ ഒരു നിലയിൽ എത്തിയില്ല എങ്കിൽ നമുക്ക് സ്വയം ഒരു ഗുരുവായി തീരാനൊക്കെ ഒരു പ്രവണത വരും. അത് നമ്മെ തന്നെ നശിപ്പിക്കുന്നതാണ്. ഈശ്വര സാക്ഷാത്കാരം എത്തുന്നതിന് മുൻപേ, കിട്ടുന്നതിന് മുൻപേ ആരുടെയും ഗുരുസ്ഥാനം സ്വീകരിക്കരുത്. അപ്പോൾ ഇവിടെ ഉച്ചൈശ്രവസിനെ കണ്ടപ്പോൾ ഇന്ദ്രൻ ഭഗവാന്റെ ഈശ്വര ശിക്ഷയാ, ഭഗവാന്റെ മുൻകൂട്ടിയുള്ള ഉപദേശമനുസരിച്ച് ഇന്ദ്രൻ ആ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചില്ല. 4.
തതഃ ഐരാവതോ നാമ വാരണേന്ദ്രോ വിനിർഗതഃ ദന്തൈഃ ചതുർഭിഃ ശ്വേതാദ്രേഃ ഹരൻ ഭഗവതോ മഹിം. തതഃ അതിനുശേഷം ഐരാവതഃ നാമ വാരണേന്ദ്രഃ ഐരാവതം എന്നു പേരായ ഗജവീരൻ ചതുർഭിഃ ദന്തൈഃ 4 കൊമ്പുകൾ കൊണ്ട് ഭഗവതഃ പരമശിവന്റെ ശ്വേതാദ്രേഃ മഹിം ഹരൻ വെള്ളിമാമലയുടെ മഹിമയെ അതിനെ ഇകഴ്ത്തിക്കൊണ്ട് എന്ന രീതിയിലാണ്, അതായത് അതിനേക്കാളും മഹത്വമുള്ളവനെ പോലെ വിനിർഗതഃ ഉയർന്നു വന്നു, കൈലാസഗിരിയേക്കാളും ഒരു മഹിമ ഉള്ളവനായിട്ടാണ് ഈ ഗജവീരൻ ഐരാവതം പുറത്തേക്ക് വന്നത്. ഈ ഐരാവതത്തെ ഭഗവാന്റെ നിർദ്ദേശത്താൽ ഇന്ദ്രൻ സ്വീകരിച്ചു എന്ന് പറയുന്നുണ്ട്. ഇവിടെ പക്ഷെ അങ്ങനെ ഒരു സൂചന വന്നിട്ടില്ല. 5-ാമത്തെ ശ്ലോകം. കൗസ്തുഭാഖ്യം അഭൂത് രത്നം പദ്മരാഗോ മഹോദധേഃ തസ്മിൻ ഹരിഃ സ്പൃഹാം ചക്രേ വക്ഷോലങ്കരണേ മണൗ. കൗസ്തുഭാഖ്യം കൗസ്തുഭം എന്നു പേരായ പദ്മരാഗഃ രത്നം പത്മരാഗരത്നം മഹോദധേഃ മഹാസമുദ്രത്തിൽ നിന്ന് അഭൂത് ഉണ്ടായി. ഹരിഹി സാക്ഷാൽ വിഷ്ണു ഭഗവാൻ വക്ഷ അലങ്കരണേ തന്റെ മാറിടത്തിൽ അലങ്കരിക്കുവാനായി തസ്മിൻ മണൗ മണി എന്നതിൻ്റെ ഒരു സപ്തമിയാണ്, അതിൽ എന്നർത്ഥം. തസ്മിൻ മണൗ ആ രത്നത്തിൽ സ്പൃഹാം ചക്രേ ആഗ്രഹം കൊണ്ടു. അങ്ങനെ മഹാവിഷ്ണു ആ കൗസ്തുഭം എന്ന രത്നത്തെ തന്റെ വക്ഷസിൽ അണിഞ്ഞു. 6-ാമത്തെ ശ്ലോകം. തതഃ അഭവത് പാരിജാതഃ സുരലോക വിഭൂഷണം പൂരയതി അർത്ഥിനോ യഹ അർത്ഥൈഃ ശശ്വദ്ഭുവി യഥാ ഭവാൻ. തതഃ അനന്തരം പാരിജാതഃ അഭവത് പാരിജാത വൃക്ഷം ഉണ്ടായി. സുരലോക വിഭൂഷണം ദേവലോകത്തിന് അലങ്കാരമായി ഭവിച്ച യഹ യാതൊരു വൃക്ഷം ഭുവി ഭൂലോകത്തിൽ. ഇവിടെ പരീക്ഷിത്ത് രാജാവിനോട് പറയുകയാണ്, എങ്ങനെയാണോ അങ്ങയെ ആശ്രയിച്ചു വരുന്ന യാചകന്മാരെ അർത്ഥിനഃ അർത്ഥൈഃ ശശ്വത് പൂരയതി അഭീഷ്ട വസ്തുക്കളാൽ ഏത് കാലത്തും പൂർണ്ണകാമന്മാരാക്കുന്നത്, അതുപോലെ ഈ ദേവലോകത്തിന് അലങ്കാരമായി ഭവിച്ച പാരിജാത വൃക്ഷം ലോകത്തിന് മുഴുവൻ അവർക്ക് ആഗ്രഹിക്കുന്നതിനെ കൊടുക്കുന്ന ഒരു ദിവ്യ വൃക്ഷമായി തീർന്നു. 7-ാമത്തെ ശ്ലോകം. തതഃ ച അപ്സരസോ ജാത നിഷ്കണ്ഠ്യഃ സുവാസസഃ രമണ്യഃ സ്വർഗിണാം വൽഗുഗതി ലീലാവലോകനൈഃ. തതഃ ച അതിനുശേഷം അപ്സരസഃ ജാതാഃ അപ്സര സ്ത്രീകൾ ഉണ്ടായി. നിഷ്കണ്ഠ്യഃ കഴുത്തിൽ പൊൻപതക്കമണിഞ്ഞവരും സുവാസസഃ അഴകുള്ള വസ്ത്രം ധരിച്ചവരുമായ അവർ വൽഗുഗതി നല്ല സുന്ദരമായ നടത്തവും ലീലാവലോകനൈഹി ലീലാവിലാസത്തോടുകൂടിയ നോട്ടവും കൊണ്ട് സ്വർഗിണാം സ്വർലോകവാസികൾക്ക് സുഖത്തെ കൊടുക്കുന്നവരായി. അതാണ് രമണ്യഃ. 8-ാമത്തെ ശ്ലോകം. തതഃ ച ആവിരഭൂത് സാക്ഷാത് ശ്രീ രമാ ഭഗവത് പരാ രഞ്ജയന്തി ദിശക്കാന്ത്യാ വിദ്യുത് സൗദാമിനി യഥാ. തതഃ ച അതിൽ പിന്നെ സൗദാമിനി സുദാമാപർവ്വതത്തിന്റെ സ്ഫടികമയ ശിഖരങ്ങളിൽ ഒളിചിതറുന്ന വിദ്യുത് കാന്തിയ തൂമിന്നൽ എന്നതുപോലെ ദിശഃ ദിക്കുകളെയെല്ലാം രഞ്ജയന്തി പ്രശോഭിപ്പിച്ചുകൊണ്ട് ശ്രീ സമ്പദ് ദേവത സാക്ഷാത് പ്രത്യക്ഷ രൂപം ധരിച്ച് ഭഗവത് പരാരമ വിഷ്ണുപരായണയായ ലക്ഷ്മീദേവിയായി ആവിരഭൂത് ആവിർഭവിച്ചു. 9-ാമത്തെ ശ്ലോകം. തസ്യാഹ ചക്രുഹു സ്പൃഹാം സർവേ സ സുരാസുരമാനവാഹ രൂപ ഔദാര്യ വയോ വർണ്ണ മഹിമാക്ഷിപ്ത ചേതസഃ. സ സുരാസുരമാനവാഹ ദേവന്മാരും അസുരന്മാരും മനുഷ്യരും ഉൾപ്പെടെയുള്ള സർവേ എല്ലാവരും ആ ലക്ഷ്മീദേവിയുടെ രൂപ ഔദാര്യ വയോ വർണ്ണ മഹിമ
ദേവിയുടെ സൗന്ദര്യം, ആ ഔദാര്യം, ഉദാരഭാവം, പ്രായം, നിറം, മഹിമ എന്നിവയാൽ ആക്ഷിപ്തചേതസഃ ആകൃഷ്ടചിത്തരായിട്ട് ദേവിയിൽ സ്പൃഹാം ചക്രുഹു അഭിലാഷം പ്രകടിപ്പിച്ചു. ആ ദേവിയെ തങ്ങൾക്ക് ലഭിച്ചാൽ നന്നായിരുന്നു എന്ന് അവിടെയുള്ള എല്ലാവരും ഒരു നിമിഷം ആഗ്രഹിച്ചുപോയി. 10-ാമത്തെ ശ്ലോകം. തസ്യാഹ ആസനം ആനിന്യേ മഹേന്ദ്രോ മഹദദ്ഭുതം മൂർത്തിമത്യ സരിശ്രേഷ്ഠ ഹേമകുംഭൈർ ജലം ശുചി. മഹേന്ദ്ര ദേവേന്ദ്രൻ, മഹത് അദ്ഭുതം വലിയതും വിചിത്രവുമായ ഒരു ഇരിപ്പിടം, ആസനം, തസ്യൈ ആനിന്യേ ആ ദേവിക്ക് വേണ്ടി കൊണ്ടുവന്നു. മൂർത്തിമത്യഃ സരിശ്രേഷ്ഠാഃ ഒരു രൂപം സ്വീകരിച്ച നദികളൊക്കെ ഹേമകുംഭൈഹി പൊൻകലശങ്ങൾ കൊണ്ട് ശുചി ശുദ്ധമായ ജലവും കൊണ്ടുവന്നു. നദികൾ ഒരു രൂപമെടുത്ത് അവർ തന്നെ പൊൻകലശങ്ങളിൽ വെള്ളവും കൊണ്ടുവന്നു. 11-ാമത്തെ ശ്ലോകം. ആഭിഷേചനിക ഭൂമിഹി ആഹരത് സകല ഔഷധീഹി ഗാവ പഞ്ചപവിത്രാണി വസന്തോ മധുമാധവൗ. ഭൂമിദേവി ആഭിഷേചനികാഹ അഭിഷേകത്തിന് വേണ്ടുന്നതായ സകല ഔഷധി എല്ലാ വനസ്പതികളെയും, ഗാവഹ ഗോക്കൾ, പവിത്രാണി വിശുദ്ധങ്ങളായ പഞ്ചഗവ്യങ്ങളെയും, വസന്തഃ വസന്ത ഋതു, മധുമാധവൗ ഈ ചൈത്ര വൈശാഖ മാസങ്ങളിലൊക്കെ ഉണ്ടാകുന്ന പുഷ്പഫലങ്ങളെയും കൊണ്ടുവന്നു. ആഹരത്. ഇപ്പൊ ഭൂമിദേവിയാണ് അഭിഷേകത്തിന് വേണ്ട എല്ലാ ഓഷധികൾ, അതായത് ചെടികൾ, പുഷ്പങ്ങൾ ഇതെല്ലാം കൊണ്ടുവന്നത്. ഗോക്കൾ അവയുടെ തന്നെ ഉത്പന്നമായ പഞ്ചഗവ്യങ്ങളെ കൊണ്ടുവന്നു. ഈ പഞ്ചഗവ്യം കൊണ്ടാണ് എല്ലാറ്റിനെയും ശുദ്ധീകരിക്കുക. ഋതുക്കൾ അവരുടെ ഏറ്റവും ശ്രേഷ്ഠമായ സമയത്തുണ്ടാവുന്ന പുഷ്പഫലങ്ങളെയും കൊണ്ടുവന്നു. അങ്ങനെ ലക്ഷ്മി ദേവിയുടെ അഭിഷേകം ഗംഭീരമായിട്ട് കൊണ്ടാടുകയാണ്. 12-ാമത്തെ ശ്ലോകം. ഋഷയഃ കൽപ്പയാൻ ചക്രുഹു അഭിഷേകം യഥാവിധി ജഗുഹു ഭദ്രാണി ഗന്ധർവാഹ നട്യഃ ച നനൃതുഹു ജഗുഹു. ഋഷയഃ യഥാവിധി ഋഷിമാർ വിധിപ്രകാരം അഭിഷേകം കൽപ്പയാൻ ചക്രുഹു അഭിഷേകക്രിയ നിർവഹിച്ചു. ഗന്ധർവാഹ ഗന്ധർവന്മാർ ഭദ്രാണി മംഗളഗീതങ്ങൾ ജഗുഹു ആലപിച്ചു. നട്യഃ നർത്തകിമാർ നനുഋതുഹു നൃത്തം ചെയ്യുകയും ജഗുഹു ച പാടുകയും ചെയ്തു. 13-ാമത്തെ ശ്ലോകം. മേഘാഹ മൃദംഗ പണവ മുരജ ആനക ഗോമുഖാൻ വ്യനാദയൻ ശംഖവേണു വീണാസ്തുമുല നിസ്വനാൻ. മേഘാഹ മേഘങ്ങൾ, തുമുല നിസ്വനാൻ കോലാഹലധ്വനി മുഴക്കുന്ന, മൃദംഗ പണവ മദ്ദളം ഇടയ്ക്ക, മുരജ ആനകം തിമില പെരുമ്പറ, ഗോമുഖാൻ കൊമ്പ് എന്നീ വാദ്യങ്ങളെയും, ശംഖ വേണു വീണാഹ ശംഖ്, ഓടക്കുഴൽ, വീണ എന്നിവയെയും വ്യനാദയൻ വിശേഷ രീതിയിൽ അവിടെ ശബ്ദിപ്പിച്ചു. 14-ാമത്തെ ശ്ലോകം. തതഃ അഭിഷിഷിചുഹു ദേവീം ശ്രിയം പദ്മകരീം സതീം ദിഗിഭാഹ പൂർണ്ണകലശൈഹി സൂക്തവാക്യൈഹി ദ്വിജേരിതൈഹി. തതഃ അതിനെ തുടർന്ന് ദിക് ഇഭാഹ ദിഗ്ഗജങ്ങൾ, സതീം പദ്മകരീം ശുദ്ധചരിതയും പത്മം കയ്യിലുള്ളവളും ആയ ശ്രിയം ദേവി ലക്ഷ്മി ദേവിയെ, ദ്വിജഈരിതൈഹി ബ്രാഹ്മണരാൽ ഉച്ചരിക്കപ്പെടുന്ന, സൂതവാക്യൈഹി വേദമന്ത്രങ്ങളോടുകൂടി, പൂർണ്ണകലശൈഹി പൂർണ്ണകുംഭങ്ങൾ കൊണ്ട്, അഭിഷിഷുചുഹു അഭിഷേകം ചെയ്തു. 15-ാമത്തെ ശ്ലോകം.
സമുദ്രഃ പീതകൗശേയവാസസി സമുപാഹരത് വരുണഃ സ്രജം വൈജയന്തി മധുനാ മത്ത ഷഡ്പദാം. സമുദ്രഃ സമുദ്രരാജാവ് പീതം മഞ്ഞപ്പട്ടുകൊണ്ടുള്ള കൗശേയവാസസി രണ്ട് വിശിഷ്ട വസ്ത്രങ്ങളെ സമുപാഹരത് സമ്മാനിച്ചു. വരുണഃ വരുണദേവൻ വൈജയന്തി എന്ന മാലയെയും സമ്മാനിച്ചു. ആ വൈജയന്തി മാലയുടെ സുഗന്ധം ആസ്വദിക്കാൻ മധുനാ മത്ത ഷഡ്പദാം മധുഗന്ധത്താൽ മതം കൊണ്ട വണ്ടുകൾ ചുറ്റുമുണ്ടായിരുന്ന വൈജയന്തി എന്ന സ്രജം പൂമാലയെയും സമ്മാനിച്ചു. 16-ാമത്തെ ശ്ലോകം. ഭൂഷണാനി വിചിത്രാണി വിശ്വകർമ്മ പ്രജാപതി ഹാരം സരസ്വതി പദ്മം അജോ നാഗാശ്ച കുണ്ടലേ. പ്രജാപതി വിശ്വകർമ്മ പ്രജാപതിയായ വിശ്വകർമാവ് വിചിത്രാണി ഭൂഷണാനി പല മോടിയിലുള്ള ആഭരണങ്ങളും സരസ്വതി സരസ്വതീ ദേവി ഹാരം നല്ലൊരു മുത്തുമാലയും അജഹ ബ്രഹ്മാവ് പദ്മം ലീലാകമലവും നാഗാഹ നാഗദേവതകൾ കുണ്ടലേച്ച കർണഭൂഷണങ്ങളും സമ്മാനിച്ചു. ഇങ്ങനെ എല്ലാവരാലും സമ്മാനിതയായ മഹാലക്ഷ്മി തനിക്കൊത്ത വരനെ തേടി ഒരു സ്വയംവരത്തിനായിട്ട് ഒരുങ്ങുകയാണ്. 17-ാമത്തെ ശ്ലോകം. തതഃ കൃത സ്വസ്ത്യയന ഉത്പലസ്രജം നദദ്വിരേഫാം പരിഗൃഹ്യ പാണിന ചചാല വക്രം സുകപോലകുണ്ടലം സവ്രീഡഹാസം ദധതി സുശോഭനം. കൃത സ്വസ്ത്യയന ബ്രാഹ്മണരാൽ സ്വസ്തി വചനത്തോടു കൂടിയവളായി ഭവിച്ച ലക്ഷ്മീദേവി തതഃ തദനന്തരം നദദ്വിരേഫാം വണ്ടുകൾ മുരണ്ടുകൊണ്ടിരിക്കുന്ന ചുറ്റുമിങ്ങനെ സുഗന്ധം നുണയാൻ വേണ്ടി വന്നിരിക്കുന്ന ഉത്പലസ്രജം അങ്ങനെയുള്ള താമരപ്പൂമാലയെ പാണിന പരിഗൃഹ്യ തൻ്റെ കൈകൊണ്ടെടുത്തിട്ട് സുകപോല കുണ്ടലം സുന്ദരമായ കവിൾത്തടങ്ങളിൽ ഒളിവീശുന്ന കുണ്ടലങ്ങളോടു കൂടിയതും സവ്രീഡഹാസം ലജ്ജാസഹിതമായ മന്ദസ്മിതം തൂകുന്നതും സുശോഭനം അതിമനോഹരവുമായ വക്രം ദധതി തൻ്റെ വദനത്തെ ധരിച്ചുകൊണ്ട് ആ മാലയുമെടുത്ത് ചചാല മന്ദം മന്ദം അങ്ങനെ നടന്നു തുടങ്ങി. 18 സ്തനദ്വയം ച അതികൃശോദരീ സമം നിരന്തരം ചന്ദന കുങ്കുമോക്ഷിതം തതസ്തതോ നൂപുര വൽഗുഷിഞ്ചിതൈർ വിസർപ്പതി ഹേമലതേവ സാ ബഭൗ. കൃശോദരീ സാ മധ്യം കൃശമായ ആ ദേവി സമം ഒന്നിനോടൊന്നു ചേർച്ചയുള്ളതും നിരന്തരം ഇടതൂർന്നതും ചന്ദന കുങ്കുമോക്ഷിതം ചന്ദനവും കുങ്കുമവും അണിഞ്ഞലങ്കരിച്ചതുമായ സ്തനദ്വയം രണ്ട് സ്തനങ്ങളെയും ചുമന്നുകൊണ്ട് നൂപുര വൽഗുഷിഞ്ചിതൈഹി കാൽച്ചിലങ്കകളുടെ മധുരധ്വനികളോടുകൂടി വിസർപ്പതി സഞ്ചരിക്കുന്ന ഒരു ഹേമലത സ്വർണലതയോ എന്ന് തോന്നുമാറ് തതസ്തതഃ ബഭൗ അങ്ങുമിങ്ങും വിലസി. സ്വയംവരത്തിനായിട്ട് അങ്ങുമിങ്ങും വിലസി നടന്ന ലക്ഷ്മി ദേവി എല്ലാവരെയും ഒന്ന് സൂക്ഷിച്ച് നോക്കുകയാണ്. പക്ഷെ തനിക്കൊത്തവനായിട്ട് ഒരാളെയും കണ്ടില്ല എന്ന് പറയുന്നു. 19-ാമത്തെ ശ്ലോകം. വിലോകയന്തി നിരവധ്യം ആത്മനഃ പദം ധ്രുവം ച അവ്യഭിചാരി സദ്ഗുണം ഗന്ധർവയക്ഷാസുര സിദ്ധചാരണ ത്രൈവിഷ്ടപേയാദിഷു ന അന്വവിന്ദത. ഗന്ധർവ യക്ഷ അസുര സിദ്ധചാരണ ത്രൈവിഷ്ടപേയാദിഷു ഗന്ധർവന്മാർ യക്ഷന്മാർ അസുരന്മാർ ദേവന്മാർ ഇവരുടെയൊക്കെ ഇടയിൽ നിരവധ്യം ഒരു കുറ്റവും ഇല്ലാത്തവനായിട്ട് അവ്യഭിചാരി സദ്ഗുണം പതറാത്ത സദ്ഗുണങ്ങളോടു കൂടിയവനായും ധ്രുവം ച എപ്പോഴും ഒരേ സ്ഥിതിയിൽ നിൽക്കുന്നവനുമായ ഒരാളെ ആത്മനഃ പദം തനിക്കൊരാശ്രയമായിട്ട് വിലോകയന്തി നന്നായിട്ടൊന്ന് തിരഞ്ഞു നോക്കി. പക്ഷേ ന അന്വവിന്ദത കണ്ടെത്തിയില്ല.
ലക്ഷ്മി ദേവി ഓരോരുത്തരെ നോക്കുമ്പോഴും അവർക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് എന്ന് കാണുന്നു. പക്ഷേ ചില കാര്യങ്ങളിൽ അവർ പൂർണ്ണ പരാജയമാണ് എന്ന് ദേവി തിരിച്ചറിഞ്ഞതിനാലാണ് തനിക്കൊത്ത ഒരാളെ ആരെയും കണ്ടില്ല എന്നിവിടെ പറഞ്ഞത്. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.